വടകര കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ CPM നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി KM അഭിജിത്ത് MLA. വടകരയിൽ നടന്ന പൊന്നാറത്ത് ബാലകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃത്യമായ അന്വേഷണത്തിലൂടെ പ്രതിപട്ടിക പുറത്തു വന്നപ്പോൾ CPM DYFI നേതാക്കളാണ് പ്രതിസ്ഥാനത്തുള്ളതെന്നും തെറ്റിനെ തള്ളിപ്പറയാൻ CPM ആർജവം കാണിക്കണമെന്നും KM അഭിജിത്ത് ആവശ്യപ്പെട്ടു. വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച CPMന്റെ തന്ത്രം ജനങ്ങൾ തിരിച്ചറിഞ്ഞതായി KM അഭിജിത്ത് MLA പറഞ്ഞു. അന്വേഷണത്തിൽ CPM DYFI നേതാക്കളുടെ പങ്കാണ് പുറത്തുവരുന്നത്. ഈ സാഹചര്യത്തിൽ തെറ്റിനെ തള്ളിപ്പറയാൻ CPM നേതൃത്വം തയ്യാറാക്കണം. പൊതുസമൂഹത്തിന്റെ രാഷ്ട്രീയ ബോധത്തെ വെല്ലുവിളിക്കുന്ന CPM ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകൾ ജനങ്ങൾ തള്ളിക്കളയും. ജനപ്രതിനിധികളായ ഷാഫി പറമ്പിലിന്റെയും പാറക്കൽ അബ്ദുള്ളയെയും തടയുമെന്ന CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. കേരളത്തിലെ ജനങ്ങൾക്കാകമാനം പ്രതീക്ഷയിൽ നൽകുന്ന ഒരു ഭരണകൂടം ഈ നാട്ടിൽ അധികാരത്തിൽ വന്നപ്പോ ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായപ്പോ പുതിയൊരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പുറകിൽ ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ നേതൃത്വം കൊടുത്തവരാരാണ് എന്ന് കണ്ടെത്താൻ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചപ്പോ ആ അന്വേഷണം നേരെ പോയി നിൽക്കുന്നത് DYFIയുടെയും CPMന്റെയും നേതാക്കളുടെ മുന്നിലാണ്. അവരെ കസ്റ്റഡിയിൽ എടുക്കുമ്പോ പേടിപ്പിക്കുകയാണ് പോലീസിനെ പേടിപ്പിക്കുക. ഞങ്ങളെ പണിയെടുക്കും, പിന്നെ CPMകാരോട് നിങ്ങളെ പണിയെടുക്കുക. അങ്ങനെ നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും പണിയെടുത്ത് മുന്നോട്ട് പോയാൽ ആ പണിയെ മറികടക്കാനുള്ള പണി നിയമപരമായി സർക്കാർ എടുക്കുമെന്ന് CPMനെ ഞങ്ങള് ബോധിപ്പിക്കുക തന്നെ ചെയ്യും. തർക്കം നിങ്ങൾക്ക് വേണ്ട. CPMന്റെ ധാരണ ഇവരുടെ വെല്ലുവിളിക്ക് മുന്നിൽ ആ അന്വേഷണം കൂടി അങ്ങ് മുട്ടുമടങ്ങി അന്വേഷണം നിലച്ച് നിശ്ചലമായി പോകുന്നതാണ്. ഒരു നിശ്ചലവുമില്ല. ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവന്മാരെ കയ്യിൽ അവിടെ വിലങ്ങ് വെച്ച് ഈ വടകരയിലൂടെ നടത്തിച്ചിട്ട് നമ്മൾ ആ കേസ് അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കം വേണ്ട. ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ ആ രീതിയിൽ RSSന്റെ അച്ചാരം വാങ്ങി പണിയെടുക്കുന്ന CPM അവർക്കെതിരെയുള്ള പോരാട്ടം നമ്മൾ നയിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, CPMഉം BJPയും ഒരു നാണയത്തിന്റെ ഒരേ വശങ്ങളെ പോലെ പ്രവർത്തിക്കുന്നു. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളെ ഇല്ലാതാക്കാൻ ഈ രാജ്യത്ത് RSSഉം BJPയും ശ്രമിക്കുന്ന പോലെ കേരളത്തിൽ CPM ശ്രമിക്കുകയാണ്. അവസാനം CPMനെ ഈ കാലത്ത് ജനങ്ങൾ തിരിച്ചറിയുന്നു, അവരെ തള്ളിപ്പറയുന്നു. നോക്കണം നിങ്ങൾ, ഇപ്പൊ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ ഏറ്റവും ഏകാധിപത്യ നടപടികളിൽ പ്രതിഷേധിച്ച ജനങ്ങൾ, ആ പാർട്ടിയിലെ തന്നെ ആളുകൾ ഇന്ന് CPMനെ മടുത്ത് മുമ്പോട്ട് പോകുക. അപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അനുസ്മരണ സമിതി ചെയർമാൻ രാധാകൃഷ്ണൻ കാവിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PS രഞ്ജിത്ത് കുമാർ, അഡ്വക്കേറ്റ് E നാരായണൻ നായർ, പുറന്തോടത്ത് സുകുമാരൻ, PC ഷീബ, സതീശൻ കുരിയാടി, ഭവിത്ത് മലൂർ, CP ബിജു പ്രസാദ്, C നിജിൻ, അംശുലാൽ പൊന്നാറത്ത്, VR ഉമേശൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു.